എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന രാധികയുടെ വരുണ്ട ചതിയൊക്കെ പുറത്തു വരുവാണ്. കാരണം ഇത്രയും കാലം രാധിക അറക്കൽ വീടിനെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ അവസാനം രാധികയുടെ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചു തന്ന് രാധിക പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വിജയലക്ഷ്മി ഗീതുവിന് വേണ്ടി ഒരു കത്തൊക്കെ എഴുതി വെക്കുന്നുണ്ട്. കാരണം വിജയലക്ഷ്മിക്ക് അറിയാം ഗീതു എത്ര നല്ലവളാണ്, അവള് സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇത്രയും കാലം താൻ മനസ്സിൽ കൊണ്ടുനടന്ന സത്യങ്ങൾ ഒരു പക്ഷെ നാളെ തനിക്ക് എന്തു സംഭവിച്ചാലും ഗീതു കാര്യങ്ങളൊക്കെ അറിയണം. അതുകൊണ്ട് വിജയലക്ഷ്മി ഒരു കത്തൊക്കെ എഴുതി വെക്കുവാണ്. രഞ്ജു ആരാന്നും അനാർക്കലിയുടെ ആരാണ് രഞ്ജു എന്നുള്ള സത്യം. അനാർക്കലിയുടെ മോളാണ് സത്യത്തിൽ രഞ്ജു. അത് പക്ഷെ വിജയലക്ഷ്മിക്ക് ആരോടും ഇതിലായിട്ടും പറയാനായിട്ട് പറ്റിയിട്ടില്ല. അനാർക്കലിയുടെ മോളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ വിജയലക്ഷ്മിയാണ് ആ മോളെ എടുത്ത് വളർത്തിയത്. പക്ഷേങ്കിൽ എല്ലാരും കരുതിക്കൊണ്ടിരിക്കുന്നത് അത് വിജയലക്ഷ്മിയുടെ മോളാന്നോർത്താ. അതുകൊണ്ട് എല്ലാരും വിജയലക്ഷ്മിയെ കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ഗോവിന്ദനെ പോലും അറിയത്തില്ല അത് അനാർക്കലി ആരാന്നുള്ള സത്യങ്ങളും കാര്യങ്ങളൊന്നും. പിന്നീട് കത്തൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് വിജയലക്ഷ്മി ആകെപ്പാടെ സങ്കടത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് രഞ്ജുവിന്റെ കോള് വരുന്നത്. രഞ്ജു വിളിച്ചിട്ട് ചോദിച്ചു, എന്താ അമ്മ എന്നോട് പിണക്കത്തിലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ വിജയലക്ഷ്മി പറഞ്ഞു, ഞാൻ ഇതിനെ മോളോട് പിണങ്ങുന്നേ അല്ല, ഞാൻ അമ്മയുടെ കൂടെ വരാത്തതിനുള്ള പരിഭവം. അങ്ങനെയൊന്നുമില്ല മോളെ, എനിക്ക് പിണക്കൊന്നുമില്ല. മോൾക്ക് ഇഷ്ടമുള്ളപ്പോ മോൾ ഇങ്ങോട്ട് വന്നാ മതി. ഇപ്പൊ മോൾക്ക് അവിടെ നിൽക്കാനാ താല്പര്യമെങ്കിൽ മോൾ അവിടെ നിന്നോന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കാരണം അവൾക്ക് നൂറ് സംശയങ്ങളുണ്ട്. അവളുടെ മനസ്സിലെ സംശയങ്ങളൊക്കെ കൃത്യമാണ്. അനാർക്കലിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവൾക്ക് അറിയണ്ടേ. അപ്പൊ അനാർക്കലി ആരാണ് എന്താണ് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. തൽക്കാലത്തേക്ക് തന്നെ ഒരു ഫ്രണ്ട് മാത്രമാണെന്ന് അവൾ അറിഞ്ഞിരിക്കുന്നുള്ളൂ. പക്ഷെങ്കിൽ എത്രയാന്ന് പറഞ്ഞാലും ചോരനെ തിരിച്ചറിയാതിരിക്കില്ലല്ലോ. അവളുടെ അമ്മേനെ എന്താണ് തിരിച്ചറിയും ആ ഒരു നിമിഷം. പക്ഷെ തനിക്കായിട്ടത് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് കുറെ കടമ്പകളോട് കടക്കാനുണ്ട്. കാരണം രാധികയുടെ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചിട്ട് വന്നാൽ മാത്രമേ പല സത്യങ്ങളും ഇനി പുറത്തു കൊണ്ടുവരാനേ പറ്റുള്ളൂ. അതുവരെ താനിങ്ങനെ ഇതെല്ലാം ഉള്ളിൽ മൂടി വെച്ചോണ്ടിരിക്കണം. ഒരുപക്ഷെ ഗീതു കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ഗീതുവിന് ചിലപ്പം അറക്കൽ കുടുംബത്തെ അല്ലെങ്കിൽ തന്റെ മകനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ വിജയലക്ഷ്മിയും കരുതുന്നുണ്ട്. ഈ സമയം ഗീതുവിന് ഫോൺ കോൾ വരുവാണ്. അത് മറ്റാരും ആയിരുന്നില്ല, വിനോദാ വിളിച്ചേ. വിനോദ് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇതുവരെയായിട്ടും അച്ഛൻ വന്നിട്ടില്ല ചേച്ചി എന്ന് പറയണം. നീ എന്താണ് വിനോദ പറയുന്നത്, ഇത്രയായിട്ടും വന്നിട്ടില്ലെന്നോ? അച്ഛൻ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ എവിടെയെങ്കിലും പോയി കാണും. ഇല്ല അങ്ങനെയൊന്നും പോയിരിക്കാറില്ലെന്ന് അമ്മ പറഞ്ഞേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഗീത പറഞ്ഞു, പിന്നെ അച്ഛനത് എവിടെ പോവാനാ? അപ്പോഴാണ് വിലാസിനെ അങ്ങോട്ട് വരുന്നത്. വിനോദിന്റെ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി. മോളെ അച്ഛൻ ഇതിനായിട്ടും വന്നിട്ടില്ല എന്ന് പറയണം. എന്റെ അമ്മേ അച്ഛൻ ഒരിടത്തും പോകത്തില്ല എന്ന് പറയണം. അല്ല മോളെ എനിക്കറിയാം, കാര്യം പറഞ്ഞാൽ അച്ഛൻ കുടിക്കും പൂസാവും എല്ലാം ചെയ്യും. പക്ഷെ എത്ര പാതിരാത്രി എന്ന് പറഞ്ഞാലും അച്ഛൻ എന്നെ വിളിച്ച് വിവരം പറയാതിരിക്കില്ല. ആ ഒരു ടെൻഷനായിരുന്നു വിലാസിനിക്ക്. കാരണം ഇതിനു മുമ്പ് ഭദ്രൻ കുടിച്ചിട്ട് എവിടെ ഏതോ ഓടയ്ക്കകത്ത് കിടന്നാലും ഞാൻ വരത്തില്ല എന്നൊരു കാര്യം വിളിച്ചു പറയാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഭദ്രന് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വിലാസിനിയുടെ സ്ഥലത്തില്. അമ്മ ധൈര്യമായിട്ടിരിക്കുക, വിനോദിന്റെ ഈ ഫോൺ കൊടുക്കാൻ പറയണം. അങ്ങനെ വിനോദിന്റെ ഈ ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോ വിനോദ് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചേച്ചി. അച്ഛനെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചു വെച്ചു, അവരുടെ അടുത്തൊന്നും ചെന്നിട്ടില്ല എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയണം. ഞാനും കൂടെ വരാന്ന് പറയണം. പിന്നീട് ഗീത എന്ന് ഗോവിന്ദനോട് പറയുന്നുണ്ട്, അതെ അച്ഛനെ കാണുന്നില്ല എന്ന് പറഞ്ഞത്. കാണുന്നില്ലേ? അച്ഛൻ വീട്ടിൽ ചെന്നിട്ടില്ല എന്ന് പറയണേ. അല്ല ഇന്നലെ ഇവിടെ ഒന്ന് സംസാരിച്ചപ്പോ നമ്മൾ കണ്ടല്ലായിരുന്നു. അച്ഛൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയല്ലേ പോയത്. രാധികാമ്മയായിട്ടാണ് അവസാനം സംസാരിച്ചിരിക്കുന്നത്. അതിനുശേഷം അച്ഛൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ എന്തേലും അപകടം ഉണ്ടായി കാണുമോ? അങ്ങനെയൊന്നും വരത്തില്ല എന്ന് പറയാ. അല്ല അച്ഛൻ എന്തോ വലിയ കാര്യം പറയാണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ഗോവിന്ദേട്ടനോട്. അച്ഛൻ അത് പറയുകയും ചെയ്തല്ലോ. നമ്മൾ രാത്രി വിളിച്ചപ്പോൾ അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് എല്ലാരും ചോദിക്കും. അത് ശരിയാണല്ലോ. അപ്പൊ എന്തായിരിക്കും പോലും പറയാനുള്ളത്? ഇടുമ്പം ഗോവിന്ദ് പറഞ്ഞു, ഇനിയിപ്പൊ രാധികാമ്മേനെ കുറിച്ച് വല്ല കാര്യങ്ങളാണോ പറയാനുള്ളത്? ഗീത് പറഞ്ഞു, എനിക്കും ചില സംശയങ്ങളൊക്കെ ഉള്ളിലുണ്ട് ഗോവിന്ദേട്ടാ. അതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഗോവിന്ദന്റെ മനസ്സിൽ മുമ്പത്തെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരിക. രാധികാമ്മ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ അനാർക്കലിയായിട്ട് ഭദ്രനും രാധികാമ്മയ്ക്കും കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അവർ അതിനെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഭദ്രന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ? ആ ഒരു ചിന്തയും കൂടെ ഗോവിന്ദന്റെ മനസ്സിലുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാന്ന് പറയണ. അങ്ങനെ അവര് കേസ് ഫയൽ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യാൻ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ചെന്നൈപ്പോ വിനോദും കൂടെ അങ്ങോട്ട് വന്നു. പിന്നെ പോലീസുകാര് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നൊക്കെ ചോദിച്ചപ്പോ വിനോദ് കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഗീതു വിനോദിനോട് ചോദിച്ചു, അല്ല അച്ഛൻ എന്തെങ്കിലും സംശയാത്മകമായ രീതിയിൽ അച്ഛൻ എങ്ങാനും കണ്ടായിരുന്നു ചോദിക്കുക. അതായത് എന്തെങ്കിലും ഫോൺ കോൾസ് വരുവോ, ആരെങ്കിലും അച്ഛനെ കാണാൻ വരുവോ, അങ്ങനെ എന്തേലും? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയണം. പെട്ടെന്നാണ് വിനോദ് ആ കാര്യം ഓർത്തെ. അതെ
പിന്നെ ഒരു കാര്യമുണ്ട് ചേച്ചി എന്ന് പറയണേ. എന്താ കാര്യം? ഇടയ്ക്ക് രാധികാമ്മ 1-2 വട്ടം വന്നിട്ടുണ്ടായിരുന്നു പറയും. ഇത് കേട്ട് ഗോവിന്ദ ചേച്ചി, രാധികാമ്മ? അതെ, 1-2 വട്ടം വന്നിട്ടുണ്ട്. അല്ല, അവരെന്താ സംസാരിച്ചെന്നുള്ളത് നീ കേട്ടായിരുന്നു എന്ന് ചോദിക്കും. സംസാരിച്ചെന്താന്ന് വെച്ചാൽ എന്തോ പണത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടു, അച്ഛന് കൊടുക്കാന്നൊക്കെ പറയുന്നത് കേട്ടു, അച്ഛന് ഏതാണ്ട് 10 കോടി രൂപയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ ഞാൻ മറിഞ്ഞിരുന്ന് കേട്ടാ. പക്ഷെ രാധികാമ്മ വില പേശുന്ന കണ്ടായിരുന്നു. പക്ഷെ അച്ഛനാ പൈസ വേണം, അല്ലെങ്കിൽ ഞാൻ ഈ സത്യങ്ങളൊക്കെ എല്ലാവരോടും പറയുന്നൊക്കെ പറഞ്ഞോണ്ട് പറയുന്ന കേട്ടു. അപ്പൊ അച്ഛന്റെ കയ്യിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടായിരുന്നു. അത് രാധികാമ്മേനും കൂടെ സംബന്ധിക്കുന്ന രഹസ്യ. രാധികാമ്മയുടെ മുഖം നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു പറയാ. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, അപ്പൊ നമ്മൾ സംശയിച്ച പോലെ തന്നെ ഗീതു കാര്യങ്ങള്. ഒരു പക്ഷേങ്കില് രാധികാമ്മയ്ക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്ക് കാണും. ഭദ്രൻ മിസ്സിംഗ് ആണെങ്കിൽ എന്തെങ്കിലും പങ്ക് കാണുമെന്ന് പറയാണ്. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് ചെല്ല്. തൽക്കാലം അമ്മയോട് ഒന്നും പറയണ്ട. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അറിയാലോ, അല്ലെങ്കിൽ തന്നെ സർജറി കഴിഞ്ഞ അമ്മ ഇന്ന് റിക്കവർ ആയിട്ട് വരുന്നതൊക്കെ ഉള്ളതെന്ന് പറയണം. അത് ചേച്ചി എന്താ, എനിക്ക് എന്തോ സംശയം, എനിക്ക് രാധികാമ്മേനും വരുണിനെയൊക്കെ സംശയം എന്ന് പറയണം. സാരമില്ല, പോട്ടെ എന്ന് പറയണം, നമുക്ക് അന്വേഷിക്കാന്ന് പറയണം. അങ്ങനെ വിനോദനെ അങ്ങോട്ട് പറഞ്ഞുവിടുക. പിന്നീട് വീട്ടിലേക്ക് വന്നാലും വല്ലാത്തൊരു ടെൻഷനായിരുന്നു ഗീതയുടെ. അച്ഛനെ കുറിച്ച് ഒരു വിവരമില്ല. പിന്നീട് അജാസിനെ വിളിക്കുകയാണ് ഗോവിന്ദ്. അജാസിനെ വിളിച്ചിട്ട് ഭദ്രനെ കാണാനില്ല എന്നുള്ള വിവരമൊക്കെ പറയാണ്. എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും വിവരം ഉണ്ടോ അറിയണം, ഭദ്രൻ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ, അത് ഭദ്രൻ പോയ വഴികളെ കുറിച്ചൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞ് അജാസിനെ ഏർപ്പാടാക്കുവാണ്. അങ്ങനെ അജാസും അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. അവസാനം അജാസ് വിളിച്ചിട്ട് പറഞ്ഞു, അത് ഭദ്രൻ അവസാനം വന്നേക്കുന്ന അറക്കൽ വീട്ടിലേക്കാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അവിടെ വന്നതിന് ശേഷം പിന്നെ എങ്ങോട്ടാ പോയെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എങ്ങോട്ടായിരിക്കും ഭദ്രൻ പോയിരിക്കുക, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നീട് വീട്ടിലെല്ലാരും അറിഞ്ഞു. അറക്കൽ വീട്ടില് രാധികാമ്മ വരുണും ഒക്കെ അറിഞ്ഞു ഭദ്രനെ കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമെന്ന്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ രാധികാമ്മയ്ക്ക് വരുണിന് ഇരിക്കാൻ പറ്റുമോ? വല്ലാത്തൊരവസ്ഥ. അതിനേക്കാൾ ഉപരി അനാർക്കലി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അവർക്കുള്ള രാധികാമ്മയ്ക്കും വരുണിനുള്ള ഡോസ് കൊടുക്കുന്നുണ്ട്. അതെ, എനിക്ക് തരാന്ന് പറഞ്ഞ പണം ഉടനെ തന്നെ തരണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം നിനക്കെതിരെ തെളിവുകൾ എന്റെ കൈ കൂടുതലാ. നീ ഭദ്രന് നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്ന ആ ഒരു രംഗമൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ. അത് പുറത്തായിട്ടുണ്ടെങ്കിൽ നീയും നിന്റെ മോനും അകത്താ. അത് ഞാൻ പുറത്താക്കാതിരിക്കണമെങ്കിൽ പൈസ തരണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. രാധികാമ്മ പെട്ടിരിക്കുക. പണമാണെ പിൻവലിക്കാൻ പറ്റാത്തൊരവസ്ഥയില. വരും പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമേ? ഒരു വഴിയുള്ളൂ, അനാർക്കലിയും കൂടെ തീർത്ത് കളയണം. അനാർക്കലിയെ തീർക്കുവാണെങ്കിൽ പകുതി സമാധാനം എന്ന് പറയാം. പക്ഷെ അവരെ തീർക്കാത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് രണ്ടുപേർക്കും അറിയാം. അതിനേക്കാൾ ഉപരി ഭദ്രനെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എടാ മോനെ, നമ്മൾ പെട്ടുപോകുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷയല്ല, പെട്ടെന്നുള്ള ആ ഒരു ആവേശത്തിൽ അങ്ങോട്ട് ചെയ്തു പോയതാ. പിന്നെ അതിനുശേഷം നീയും കൂടെ അത് ചെയ്തു കഴിഞ്ഞപ്പോ എടാ ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മ ധൈര്യമായിട്ടിരിക്കുക, നമ്മളെ കുറിച്ച് ഒരു അന്വേഷണം വരത്തില്ലെന്ന് പറയണം. എടാ മോനെ, ആ വെമ്പാലമുക്കിലുള്ള ആ വീട്ടിലെങ്ങാനും പോയി ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് ഭദ്രന്റെ ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവസാന തെളിവുകളെല്ലാം നമുക്കെതിരാവും. നമ്മളെ അന്വേഷിച്ച് പോലീസ് വരും, നമ്മൾ അകത്താവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടതും വരും പറഞ്ഞു, എന്റെ അമ്മേ, അതിനു മുമ്പ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർക്കണം. നമ്മുടെ നേർക്കൊരു സംശയത്തിന്റെ ഒരു മുനയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയാ. പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറയാ. അതൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കില് ഇതേ ഇത്രയും കാലം ഞാൻ ഇതേ കോവന്നിനെ ചതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം അറിയലേ. ഇതെല്ലാം കൂടെ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ തടി രക്ഷിക്കാനാ നോക്കട്ടെ എന്ന് പറയാം. അറിയാലോ, ഇത്രയും നാളും നമ്മൾ കളിച്ച കളി പോലെ അല്ലത്. ഇത് പുറത്തായിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവെന്ന് അറിയാം. വരുണിന്റെ രാധികാമ്മയ്ക്ക് നന്നായിട്ട് അതിനെക്കുറിച്ചൊക്കെ അറിയാം. അവളുടെ ഉള്ളിലൊരു ഭയമുണ്ട്. ഭദ്രന്റെ കാണാത്തന്റെ വിഷമത്തിലായിരുന്നു. വിലാസിനി ആണെങ്കിലും വിനോദാണെങ്കിലും എങ്ങോട്ട് പോയി എന്തായെന്ന് അറിയത്തില്ല. പിന്നീട് ഗോവിന്ദന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു അജ്ഞാതം വിളിച്ച് ഗോവിന്ദന് എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഗോവിന്ദന് അതിനുള്ള എതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഗീതുവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു അജ്ഞാതൻ. അതുപോലെ തന്നെ ഈ തവണ അജ്ഞാതന്റെ കോള് ഗോവിന്ദന്റെ ഫോണിലേക്ക് വരുവാണ്. ഗോവിന്ദനെ വിളിച്ചിട്ട് അജ്ഞാതൻ പറഞ്ഞതേ, ഭദ്രനെ കാണാനില്ല, നിങ്ങൾ അന്വേഷിച്ചിരിക്കുവാന്ന് അറിഞ്ഞു. പക്ഷേങ്കില് ഭദ്രനെ അവിടെ ഒന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഭദ്രനും നിങ്ങളുടെ അറക്കൽ തറവാന്റെ ഒരു ഭാഗമായിട്ടുള്ള വെമ്പാലമുക്കിലെ ആ ഒരു വീടില്ലേ, ആളൊഴിഞ്ഞു കിടക്കുന്ന ആ വീട്, അതുമായിട്ട് ഭദ്രന് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറയാണ്. ഏതും പറഞ്ഞുകൊണ്ട് അയാൾ കോള് കട്ട് ചെയ്തു. ഹലോ ഹലോ പറഞ്ഞപ്പോഴത്തേനും അയാൾ കോള് കട്ട് ചെയ്തു. ആകെപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയായി പോയി ഗോവിന്ദന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പത്തേനും ഗീതു അങ്ങോട്ട് വന്നു. ഗീതയോട് ഗോവിന്ദ് ഈ കാര്യങ്ങൾ പറയാണ്. എന്നെ എന്നും വിളിക്കാനുള്ള അജ്ഞാതല്ലേ അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം. ആ വെൽവിഷർ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് കേട്ടപ്പോ ഗീത പറഞ്ഞു, അല്ല അച്ഛൻ എന്തിനാ അങ്ങോട്ട് പോന്നേ? അങ്ങോട്ട് പോകേണ്ട കാര്യം അച്ഛനില്ലോന്ന് പറയണം. അതാ എനിക്കും അറിയത്തില്ലാതെ. ഭദ്രന് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, പിന്നെ എന്തിനാ അങ്ങോട്ട് പോയി? ഒരു പക്ഷെ ഇനി അയാൾക്ക് തെറ്റുപറ്റിയോ? ഗീത പറഞ്ഞേ, അയാൾക്ക് തെറ്റുപറ്റാൻ വഴിയില്ല. ഇതിനു മുമ്പും
എന്തേലും അപകടം അല്ലെങ്കിൽ ഗോവിന്ദേണ്ണോ എനിക്കോ ഉണ്ടാകുന്ന സമയത്ത് അയാൾ വിളിച്ച് നമുക്ക് ഇങ്ങനെ മുന്നറിയിപ്പ് തന്നുകൊണ്ടിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിലോ? ഒരു കാര്യം ചെയ്താലോ, നമുക്കൊന്ന് പോയി നോക്കിയാലോന്ന് പറയാം. അപ്പൊ നല്ല മഴയുണ്ട്, ഈ സമയത്ത് പോണോന്ന് ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല കണ്ണേട്ടാ, നമുക്ക് പോവാന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, വിനോദിനെ കൂടെ നമുക്ക് വിളിക്കാന്ന് പറയണം. വിനോദിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവാം, നമ്മൾ രണ്ടുപേരും തന്നെ പോകണ്ടെന്ന് പറയണം. ഇനിയിപ്പൊ വിനോദം കൂടെ ഉണ്ടെങ്കിലേ അങ്ങനെ അവരെന്താണ് വിനോദിനെ വിളിക്കുകയാണ്. വിനോദിനെ വിളിച്ചിട്ട് വെമ്പാലമുക്കിലുള്ള അങ്ങോട്ട് വരാനായിട്ട് പറയണം. അപ്പൊ പോകുന്ന വഴിക്കെല്ലാം ഗീതുവിന് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. അങ്ങനെ ആ നല്ല മഴയുള്ള സമയത്ത് ഭദ്രനും ഗീതവും കൂടെ ആ ആളൊഴിഞ്ഞ് കിടക്കുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുറത്തൊന്നും കണ്ടില്ല. പക്ഷെ അവിടെയൊന്നും ഭദ്രനെ കാണാൻ പറ്റില്ല. പക്ഷെ അച്ഛനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയണം. ഒരു പക്ഷെ അയാൾക്ക് തെറ്റിയതായിരിക്കും എന്ന് പോയെന്നും പറയാം. അപ്പോഴാണ് അപ്പുറത്തൊരു മുറി കണ്ടേ. ഇനി ഇവിടെയും കൂടെ നോക്കാന്ന് ഓർത്തോണ്ട് അവരങ്ങോട്ട് നോക്കുവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ഇങ്ങനെ നിലത്ത് കുറച്ച് ബ്ലഡും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഒരു നിമിഷം ഗീത പറഞ്ഞു, കണ്ണേട്ട ഇങ്ങോട്ട് ഓടി വരാൻ പറയണം. എന്താ ഇങ്ങോട്ട് നോക്കാൻ പറയാണ്. വിനോദും അങ്ങോട്ട് ഓടി വന്നു. അവരെല്ലാം ഞെട്ടിപ്പോയി. ഈ വിനോദിനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോ തന്നെ ഗോവിന്ദനും എന്ത് ചെയ്യാനും നടത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഗോവിന്ദനും. ഗീത പറഞ്ഞു, എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ബ്ലഡ് വരാൻ കാരണം എന്താ അറിയത്തില്ലോ. വിനോദ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടേക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറയണം. ഞാൻ നോക്കിയിട്ട് വരാന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിനോദ് എന്ത് ചെയ്യാണ്, പുറത്തേക്കൊക്കെ നോക്കാൻ അങ്ങോട്ട് പോവാണ്. അപ്പൊ അവര് അവിടെ എല്ലാം സെർച്ച് ചെയ്തു, പക്ഷെ ഒന്നും കണ്ടില്ല. നല്ല മഴയുണ്ടായിരുന്ന സമയമായിരുന്നു. അങ്ങനെ വിനോദ് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വന്നിട്ട് വിനോദ് അങ്ങോട്ട് ഓടി വരുവാ. ഓടി വന്നിട്ട് പറഞ്ഞു, അതെ അവിടെ ഈയിടെ മണ്ണെടുത്തിട്ടേക്കുന്ന പോലെ ഇത് കാണുന്നുണ്ട്, അവിടെ എന്തോ മണ്ണെടുത്തിട്ടുണ്ട് എന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, മണ്ണെടുത്തിട്ടുണ്ട്? അതെ, എനിക്ക് തോന്നുന്നു ആരോ കുഴിച്ചിട്ടിരിക്കുന്ന പോലെ ഒരു മണ്ണെടുത്തിട്ടുണ്ടെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഗീതുവിലൊരു ഞെട്ടലുണ്ടേ. നീ ശരിക്കും നോക്കിയതാണോ? ശരിക്കും നോക്കിയതാന്ന് പറയും. പിന്നീട് ഗീതവും ഗോവിന്ദും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. അവർ നോക്കിയപ്പോ കണ്ടു അവിടെ മണ്ണെടുത്തിട്ടേക്കുന്ന പോലെ കണ്ടു. അവർക്ക് ഏകദേശം രൂപം പിടിയിട്ട് ആരോ എന്തിനോ കുഴിച്ചിട്ടിട്ടുണ്ട് അവിടുന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഗോവിന്ദ് ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ തന്നെ പോലീസിനെ വിളിക്കാന്ന് പറയാണ്. പിന്നീട് പോലീസിൽ ഇൻഫോം ചെയ്യുവാണ് അവര്. അങ്ങനെ പോലീസിനെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാർ വന്നു. അപ്പത്തേനും നാട്ടുകാരെല്ലാം കൂടി, നല്ല മഴയുള്ള സമയം. അങ്ങനെ ഇവരെല്ലാം ആകാംക്ഷയോറും കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ വലുതായിട്ട് ന്യൂസൊക്കെ പരക്കാൻ തുടങ്ങി. കാരണം വെമ്പാലമുക്കിലുള്ള അവിടെ എന്തോ കുഴിച്ചിട്ടുണ്ട്, ഒരു ശവമാണോ സംശയമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസൊക്കെ വരാൻ തുടങ്ങി. ഇതെല്ലാം രാധികാമ്മയും വരുണും കണ്ടു. രാധികാമ്മയുടെ വരുണിന്റെ നെഞ്ചിനടുത്തൊരു തീയായി. പോവാതിരിക്കാനും പറ്റത്തില്ല, പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കുകയും ചെയ്യൂലോ. അങ്ങനെ അവരും കൂടെ സംഭവ സ്ഥലത്തേക്ക് വരുവാണ്. സംഭവ സ്ഥലത്തേക്ക് വന്നു. പിന്നീട് ആൾക്കാരെ കൊണ്ട് പോലീസുകാരെ കുഴി അങ്ങനെ മാന്തിക്കുവാണ്. കുഴി മാന്തിച്ചു കഴിയുമ്പോഴത്തേനും ആ ഞെട്ടിക്കുന്ന കാഴ്ച, കാരണം ഭദ്രന്റെ ബോഡി അവിടെ നിന്ന് ഇങ്ങനെ കിട്ടുവാണ്. ഗീതു അവിടെ ഒന്ന് പൊട്ടിക്കരയുവാണ്. ഗീതുവിന് മനസ്സിലായി ആരോ ഭദ്രനെ കൊന്ന് കുഴിച്ചിട്ടിരിക്കാന്നുള്ള കാര്യം. വരുണും രാധികാമ്മയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് ഓടിപ്പോകാൻ പോലും പറ്റില്ല, കാരണം ബോഡി കിട്ടിയിരിക്കുന്നു. ഇനി എന്ത്, ഒരു പക്ഷെ തങ്ങളിലേക്ക് സംശയങ്ങൾ നീങ്ങുമെന്നൊരു സംശയമുണ്ട്. പിന്നീട് വിനോദും എല്ലാരും കൂടെ അലമുറയിട്ട് കരയാണ്. ആകെപ്പാടെ തകർന്നു പോയി ഗീതു ഗോവിന്ദന്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞപ്പോ ഗോവിന്ദനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഇതിന്റെ പിന്നിൽ ആരാന്ന് പോലും അറിയത്തില്ല. ഒരു വിധത്തിലാണ് ഗീതുവിനെ അവിടുന്ന് കൊണ്ടിരുന്നത്. അങ്ങനെ ഭദ്രന്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ അറിഞ്ഞു കൊലപാതകം എന്നുള്ള കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരുവാണ്. അങ്ങനെ ആരാന്നുള്ള ഇതിലേക്ക് പോവാണ്. പോലീസിന് 100 സംശയങ്ങളുണ്ടല്ലോ. അങ്ങനെ ഗീതുവിനും ഗോവിന്ദനും അവരെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. അവസാനം ഗീതു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ രാധികാമ്മനെ കാണാമെന്ന കാര്യമെല്ലാം പറയാണ്. അങ്ങനെ രാധികാമ്മയുടെ വരുണിന്റെ നേർക്ക് സംശയങ്ങളുടെ നേരിൽ വരുന്നുണ്ട്. കാരണം അവരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളൊരു സംശയം ഗീതുവിനും ഗോവിന്ദനും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പോലീസിലും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ രാധികാമ്മനെ വരുണിനെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അവർ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേങ്കിൽ അവസാനം വരുണിന്റെ രാധികാമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചിട്ട് വരും. അവരാണ് ഇതിന്റെ പിന്നില്, അവരാണ് ഈ കൊല ചെയ്തതെന്നൊക്കെ പുറത്തു വരുവാണ്. അങ്ങനെ രാധികാമ്മയുടെ എല്ലാ കള്ളക്കളികളും അധികം വൈകാതെ തന്നെ എല്ലാവരും അറിയാൻ പോവാണ്. ഗോവിന്ദും ഗീതു എല്ലാരും. അപ്പൊ ഇത്രയും കാലം ഗീതു ഗോവിന്ദനോട് പറയാനായിട്ട് ആ കാത്തു വെച്ചിരുന്ന ആ സത്യങ്ങളെല്ലാം അങ്ങനെ ഗോവിന്ദ് അറിയുവാണ്. വിജയലക്ഷ്മിക്ക് ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ എളുപ്പമാവാണ്. കാരണം അറക്കൽ വീട്ടിലേക്ക് ഇനി വിജയലക്ഷ്മി വരാൻ പോവാ. രാധികാമ്മ പുറത്തായിട്ട് വിജയലക്ഷ്മി അങ്ങോട്ട് കയറി വരാൻ പോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ വരുന്ന ദിവസം കണ്ടുകൊണ്ടിരിക്കും. എന്താണെങ്കിലും ഇനി രാധികാമ്മ വരണം കുറച്ച് വെള്ളം കുടിക്കും. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുന്ന പറഞ്ഞ പോലെ അവരുടെ കള്ളത്തരങ്ങളങ്ങൾ പൊളിയാൻ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.